എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണം. സ്കൂളൊക്കെ തുറന്നു. സ്കൂള് തുറക്കുന്നതിൻ്റെ ആ ഒരു അവസാന നിമിഷം നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അവസാന നിമിഷം നമുക്ക് അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ മറന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാം കൂടെ നല്ല ബഹളമായിരുന്നു. പിന്നെ കയ്യിൻ്റെ ആ ഒരു വേദന മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ച് ദിവസം പണി തന്നു കേട്ടോ. അത് ചില സമയത്തങ്ങ് ഈ കൈവേദന അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ഒരു സ്പൂൺ പോലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, അത്രയും വേദനയായിരിക്കും. എന്താണെങ്കിലും അതെല്ലാം മാറി ഇപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി എന്ന് വരും എന്നറിയില്ല. അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വരാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്കതെല്ലാം ഒന്ന് സെറ്റാക്കാം. ഇന്നലെയാണ് കേട്ടോ അവർക്ക് സ്കൂൾ തുടങ്ങിയത്. 4-ാം തീയതിയാണ് ഇവർക്ക് സ്കൂൾ ഓപ്പൺ ആയത്. പിന്നെ അപ്പൂസും ഹനിയും ഇപ്രാവശ്യം പുതിയൊരു സ്കൂളിലാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ഞങ്ങൾ എന്നെ കൊണ്ടാക്കി, ഞങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അവർ വാനിൽ വന്നോളും, കുഴപ്പമില്ല. പിന്നെ മൂത്ത ആളുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, അവൻ ഹോസ്റ്റലിൽ പോയി. പിന്നെ ഈ ഹോസ്റ്റലിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് അവനൊന്ന് സെറ്റാക്കി പറഞ്ഞു വിടണമല്ലോ. അതിൻ്റെയൊക്കെ ഒരു തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഇന്നൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് ശരിക്കും ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസത്തെ അലച്ചിലുണ്ടായിരുന്നു എനിക്ക് ബാക്കി. ഇന്നതെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആവാൻ പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. 2 ദിവസം മഴ മാറി നിന്നാൽ മതി, നല്ല ചൂടായിരിക്കും അല്ലേ, പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇന്ന് നല്ല ചൂടാണ്. ഇതാ വിയർത്തുകൊണ്ടിരിക്കുക. എത്ര ദിവസം നമുക്ക് മഴ മുന്നറിയിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട്. പഴം നമുക്കൊന്ന് പഴംപൊരി ആക്കിയിട്ട് എടുത്തു വെക്കാം. ഇവിടെ അങ്ങനെ പഴംപൊരി അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ്, കാക്കൂന് ഇഷ്ടമാണ്. കാക്കൂന് പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫുഡും ഇഷ്ടമാണ്. അങ്ങനെ ഫുഡുകൾക്ക് കുറ്റം പറയാറില്ല കേട്ടോ. ആദ്യം മുതലേ എങ്ങനെയാണ് ഒരു ഫുഡും തുടക്കത്തിലൊക്കെ എൻ്റെ ഫുഡ് ഭയങ്കര ശോകമായിരുന്നു. ഇപ്പം ഞാൻ അടിപൊളിയാണെന്നല്ല പറയണേ, തുടക്കത്തിലത്തെ കാര്യം ഭയങ്കര ശോകമായിരുന്നു. എന്നാലും കുറ്റമൊന്നും പറയാതെ കഴിച്ചോളും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സ്നാക്സ് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇന്ന് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പഴുത്താലും പഴം ഇഷ്ടമല്ല അവർക്ക്. പൊതുവേ പഴം പച്ചയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം, പക്ഷെ അത് ഒരുപാട് പഴുക്കാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പഴംപൊരി ആക്കിയാലേ പിന്നെയും കഴിക്കുള്ളൂ. അപ്പോൾ എന്താണേലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആകെ 3 ബനാന എടുത്തിട്ടുള്ളൂ. എത്രയും മതി, കാരണം ഇവിടെ അങ്ങനെ കുറേ ആൾക്കാരില്ലല്ലോ. അപ്പൂസ്, ഹനിയ, ഞാനും കാക്കു, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആരും ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുമല്ല. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഒരിച്ചിരി ഉപ്പ് മതി, ഇതത്ര ഉപ്പ് മതി. ഇനി ഇതിലേക്ക് അവരവർക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കുമല്ലോ. എനിക്കിവിടെ കുറച്ച് മധുരം ഇഷ്ടമാണ് കേട്ടോ. ഈ പഴംപൊരിയിൽ ഒരുപാടല്ല, കുറച്ച്. അപ്പം അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 അല്ല, ഒരു 3 സ്പൂൺ ചേർക്കാം. 3 സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനിയിപ്പോൾ നമുക്കിതിന് കളറിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കളറ് ചേർക്കുന്നവരും ഉണ്ടാവും, പക്ഷെ ഞാൻ കളറിന് എപ്പോഴും ഞാൻ ചേർക്കാറുള്ളത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത്രയും മതി. ഇനി അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഏലക്ക പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏലക്ക പൊടിച്ച് വെച്ചത് എൻ്റെ കയ്യിലില്ല, ഞാൻ എപ്പോഴും അപ്പം പൊടിക്കുക ചെയ്യണേ. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ സ്ഥിരമായിട്ട്
ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ചായയിലേക്ക് ഏലക്ക വേണം. അപ്പം ഞാൻ ഡെയിലി അപ്പോൾ ഇങ്ങനെ ചതച്ചിടുക ചെയ്യുന്നത്. ഇത് ഏലക്ക മാത്രമേ ഞാനിതിനകത്ത് ചതയ്ക്കാറുള്ളൂ. വേറൊന്നും ഞാനിതിനകത്ത് വേറൊരു സംഭവം ചെയ്യാറില്ല കേട്ടോ. ഇതിനകത്ത് ഏലക്കയ്ക്ക് വേണ്ടി മാത്രമാണിത്. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അങ്ങനെ ഏലക്ക ചതച്ച് ഇതിനകത്തേക്ക് ചതച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കളറൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കളറേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളറ് ചേർക്കാം കേട്ടോ. കളറിന് ആവശ്യമായിട്ട് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ചും കൂടെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. സർപ്രൈസോ? എന്തിന്? ഇല്ല സർപ്രൈസ് ഒന്നുമില്ല. എന്തായി? സർപ്രൈസ് ഒന്നുമില്ല. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി സർപ്രൈസാ ആണോ? കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യണം. ഇത് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലത്തെ ആ കട്ടകളെല്ലാം ഒന്ന് പോയി നല്ല നൈസായിട്ട് വരും. മാവെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു സോഡാപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇത്രയും മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം നല്ല പാകത്തിന് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ചില ആളുകൾ ഇതിനകത്ത് മുട്ട കൂടെ ചേർക്കും. ഞാൻ അതും ചേർത്തിട്ടില്ല. മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്ത കാരണം അതും ചേർത്തിട്ടില്ല. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് അടിച്ച് വെച്ച ബാറ്റർ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണില്ലേ? അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഇനി അതൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചട്ടി നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് പഴം ഇട്ട് കൊടുക്കാം.
പഴംപൊരി ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. നമുക്കത് എടുക്കാം. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പഴംപൊരി റെഡിയായി. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. കാക്കുവോ, വാ വാ, പഴംപൊരി റെഡി. പഴംപൊരി പഴംപൊരി ഇവിടെ വാ അപ്പു. മൊത്തം തരാം, അപ്പൊ തരാം. എന്നിട്ട് ജിമ്മിൽ പോകും വേണം അല്ലേ? നല്ല ചൂടുണ്ട്. വാ വാ, ചൂട് ഇത് കാപ്പിയാ, ചായ അല്ല. കട്ടനാണ് ഞാൻ കുടിക്കാത്തത്, കട്ടൻ കാപ്പിയാ. അങ്ങനെ പറയല്ലേ, കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്, കടിക്കും. എങ്ങനുണ്ട്? കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. അല്ലാതെ കൊഞ്ചല്ല. അങ്ങനെയുണ്ട്. നീ കഴിക്കണ്ട, നീ കഴിക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ കഴിച്ചു മുഴുവൻ. അപ്പൊ വെള്ളം കുടിച്ചോ? അപ്പോ നീ വെള്ളം കുടിച്ചോ? അപ്പോ മഴയുണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായേനെ അല്ലേ? പഴംപൊരി ചായ. മിച്ചർ എനിക്കിഷ്ടല്ല. കട്ടൻ ചായ, മഴ, അന്തസ്. പഴം കുറച്ച് ഓവറായിട്ട് പഴുത്ത് അല്ലേ? അപ്പൊ വേറെന്താ? അപ്പൊ ഇനി അത് പറ, മൈൻഡപ്പ് ആയിട്ട് പറ, അങ്ങോട്ട് നോക്കി പറ. കട്ടൻ ചായ അല്ല, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പിയും പഴംപൊരിയും. മഴയുടെ ഒരു കുറവുണ്ട്, അത് സാരല്ല അല്ലേ? ഇനി മഴ പെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. പറ.